ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. മാഡം, ഓഫീസിലേക്ക് പരമേശ്വരൻ സാറോ ചന്ദ്രശേഖരൻ സാറോ വരുന്ന പോലെയല്ല വരുൺ സാറ് വരുമ്പോ. ഞങ്ങളോട് ഫ്രണ്ട്സിനെ പോലെയാ വരുൺ സാറ് പെരുമാറുന്നത്. വരുൺ സാറിനോട് മാത്രമേ ഞങ്ങൾക്ക് ഇത്ര സ്വാതന്ത്ര്യമുള്ളൂ. മേഡത്തിന് സാറിന്റെ കൂടെ ഇടയ്ക്കിടയ്ക്ക് വന്നൂടെ? ഓരോരുത്തർക്കും ഓരോ ചുമതലയുണ്ടല്ലോ. വരുണിന്റെ ചുമതല ഇവിടെയാ, എന്റെ ചുമതല കണിമംഗലത്തെ വീട്ടിലും. സർ, മേഡവും സാറും തമ്മിൽ നല്ല ചേർച്ചയാ. മിസ്റ്റർ വിനോദ്, ഇത് നിങ്ങൾ എന്നോട് രഹസ്യമായിട്ട് പറയേണ്ട കാര്യമല്ല. അല്പം ഉറക്കെ എല്ലാവരും കേൾക്ക തന്നെ ഈ കാര്യങ്ങൾ പറഞ്ഞോ. അല്ല, മേഡവും സാറും തമ്മിൽ നല്ല ചേർച്ചയുണ്ടെന്ന് പറയായിരുന്നു. അതെല്ലാരും എഗ്രി ചെയ്യുന്നില്ലേ? തീർച്ചയായിട്ടും മാഡം സാറിന് ചേരുന്ന പാർട്ണർ തന്നെയാ. ഓ, താങ്ക് യു. അപ്പൊ ഓക്കെ ഗൈസ്, എല്ലാരും സീറ്റിലേക്ക് മടങ്ങിക്കോളൂ. തൽക്കാലം കുറച്ച് സമയം ഞാനും രാധിക ഇവിടെ തന്നെ കാണും. അത് കഴിഞ്ഞ ഒരു ചെറിയ ട്രീറ്റ്. സോ നമുക്ക് ആ സമയം സംസാരിക്കാം. നടക്കട്ടെ. രാധിക. അല്ല, വലിയ അഭിപ്രായമുള്ള സ്റ്റാഫിന്റെ ഒക്കെ അടുത്ത്. അതെ, ഞാൻ അവരെ എല്ലാവരെയും ഫ്രണ്ട്സ് ആയിട്ട് കാണാറുള്ളൂ. അങ്ങനെ നിൽക്കുന്നതാണ് നല്ലത്. ഈ മുതലാളി തൊഴിലാളി എന്ന് പറയുന്ന അകലം സൂക്ഷിച്ചാൽ അവരെ ഹൃദയം കൊണ്ട് അടുക്കില്ല. അല്ല, എന്താ ട്രീറ്റ് ഉണ്ടെന്ന് പറഞ്ഞ് എന്തെങ്കിലും പ്ലാൻ ചെയ്തിട്ടുണ്ടോ? അല്ല, അങ്ങനെ പ്രത്യേകിച്ച് പ്ലാനൊന്നുമില്ല. എല്ലാവർക്കും കുറച്ച് സ്വീറ്റ്സ് കൊടുക്കാന്ന് കരുതി. പിന്നെ ഒരു ദിവസം എല്ലാരും കൂടി വിളിച്ച് ഒരു പാർട്ടിയും കൊടുത്തേക്കാം. എന്താ? ആയിക്കോട്ടെ. പിന്നെ അതെ, അപ്പൊ ഒരു കാര്യം ചെയ്യ്. ദേ, രാധിക മാഡം ഐശ്വര്യമായിട്ടാ സീറ്റിലേക്ക് വരുന്നേ. ഏത് സീറ്റില്? ദേ, ഈ സീറ്റില്, കണിമംഗലത്തിന്റെ MD കസേരയില്. അതൊന്നും വേണ്ട, അത് വരുണിന്റെ സ്ഥാനല്ലേ. സ്ഥിരമായിട്ട് ഇരിക്കാനൊന്നും ഞാൻ പറഞ്ഞില്ലല്ലോ. ഓഫീസിൽ വന്ന നിലയ്ക്ക് ഇതിലിരിക്കാൻ തനിക്ക് അവകാശമുള്ളതുകൊണ്ട് ജസ്റ്റ് വൺസ് ഇങ്ങോട്ടൊന്ന് ഇരിക്ക്. വേണ്ട വേണ്ട, അതൊന്നും വേണ്ട, എന്നെ കൊണ്ട് പറ്റില്ല. ഈ സ്ഥാനേ അത് വലിയ വലിയ ആൾക്കാരൊക്കെ ഇരിക്കുന്നതാ. അതിനുള്ള യോഗ്യത എനിക്കായിട്ടില്ല. ആര് പറഞ്ഞു? എടോ, താൻ എന്റെ ഭാര്യയല്ലേ. എടോ, നാളെ എനിക്ക് എന്തെങ്കിലും പറ്റിപ്പോ. മിണ്ടായിരുന്നോ? ഞാൻ പറഞ്ഞത് ഇരിക്കട്ടെ. അതെ, ഇപ്പൊ ഉദാഹരണത്തിന് ഞാൻ സുഖമില്ലാത്ത കുറച്ചു ദിവസം കിടന്നു കരുതുക. ദേ, ഞാൻ തന്നോട് പറയും, രാധിക ഒന്ന് ഓഫീസിലേക്ക് പോണം, ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കണമെന്ന്. അപ്പോ ഇവിടെ താൻ വന്നിരിക്കണ്ടേ? അതങ്ങനെ വന്നാലല്ലേ. അതൊരു കാരണവശാലും വരില്ല. വരുണൊന്നും പറ്റില്ല. എടോ, താൻ ഇങ്ങോട്ടൊന്ന് ഇരിക്ക്, ഞാനൊന്ന് കാണട്ടെ. ദേ, എന്റെ പെണ്ണ് ഉത്തരവാദിത്തപ്പെട്ട ഒരു സ്ഥാനത്തിരിക്കുന്നു, ഞാനൊന്ന് കാണട്ടെ. വേണ്ട വരുൺ. ദേ, ഇരിക്കാൻ പറഞ്ഞിരിക്കണം. അറിയാലോ, ഓഫീസിൽ ഞാൻ സ്ട്രിക്റ്റ് ആവാൻ തീരുമാനിച്ചാൽ ഭയങ്കര കുഴപ്പക്കാരനാ. മര്യാദയ്ക്ക് ഇരിക്കണം അങ്ങോട്ട്. വേണ്ട. അങ്ങോട്ട് ഇരുന്ന് ഇരിക്ക് പെണ്ണ, ഇരിക്ക അങ്ങോട്ട് ഇരിക്ക. വെരി ഗുഡ്. ഇനി മുതല് ഞാൻ എത്ര ഉയരത്തിലാണോ അതേ ഉയരത്തിൽ തന്നെ ആയിരിക്കണം എന്റെ ഭാര്യയും.